നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് എക്സ്പോണൻസിനെ പറ്റിയാണ്. ഓക്കെ, സോ ഈ ലോ ഓഫ് എക്സ്പോണൻസിന് നമുക്ക് കുറച്ച് റൂൾസുകളാണ് ആദ്യമേ പഠിക്കാനുള്ളത്. പേടിക്കേണ്ട കാര്യങ്ങൾ പേരൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്താണ് നമുക്കുള്ളത്? നമുക്ക് ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എന്താണ്, കുറച്ച് ഒരു വാല്യൂന്റെ പവർ ആയിട്ട് എഴുതുമ്പോൾ അതിന്റെ റൂൾസുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് പറയാമെങ്കിൽ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ആദ്യ റൂള് എന്ന് പറയുന്നത്, ഇപ്പോൾ എന്ത് പറയാൻ പറ്റും? a raised to m into a raised to n is equal to a raised to m plus n എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എന്താണ്, നമുക്കൊരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് ഈ റൂള് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എഴുതുകയാണ്, എന്ത് എഴുതാൻ പറ്റും? എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതുകയാണ്, ഒരു 5 raised to 3 into 5 raised to 2 is equal to, എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും അറിയാമോ? ഈ റൂള് പ്രകാരം നമുക്ക് എഴുതാൻ പറ്റും ഒരു 5 raised to 3 plus 2 അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും 5 raised to 5 എന്ന് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. സോ 5 raised to 3 into 5 raised to 2 is equal to, എനിക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും 5 raised to 5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതാണ് ഫസ്റ്റ് റൂള് എന്ന് പറയുന്നത്. അടുത്ത റൂള് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a raised to m divided by a raised to n is equal to a raised to m minus n എന്ന് എഴുതാൻ പറ്റും. നോക്കണേ, റേസ് ടു എല്ലാം പവറിന്റെ ടേംസിലാണ് പറയുന്നത്. സോ ഇതിനെ ഉദാഹരണത്തിൽ കൂടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതേ ഫോർമാറ്റ് ഫോളോ ചെയ്യാം. നമുക്ക് പറയാം, ഇപ്പോൾ 5 raised to 3 ഡിവൈഡഡ് ബൈ 5 raised to 2 is equal to, നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 5 raised to 3 minus 2 അല്ലെങ്കിൽ 5 raised to 1 എന്ന് എഴുതാൻ പറ്റും. സോ ഇതാണ് നമ്മൾ പഠിക്കേണ്ട, അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ റൂള് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ റൂള് എന്ന് പറയുമ്പോൾ a raised to m whole raised to n is equal to, നമുക്ക് എഴുതാം a raised to m into n അല്ലെങ്കിൽ mn എന്ന് പറയാൻ പറ്റും. സോ ഇത് റൂളായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വഴി എഴുതി എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ ഞാൻ എഴുതുകയാണ് 5 raised to 3 whole raised to 2 എന്നാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? ശ്രദ്ധിക്കുക, നമുക്ക് എഴുതാൻ പറ്റും 5 raised to 3 into 2 or 5 raised to 6 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ അത്യാവശ്യമായിട്ട് ഈ പ്രോബ്ലങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട, എമർജൻസി അറിഞ്ഞിരിക്കേണ്ട ഈ ലോ ഓഫ് എക്സ്പോണൻസിന്റെ റൂളുകളാണ് ഇത്രയും എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു എന്താണ് ഷോർട്ട് കട്ട്സുകളും കൂടെ അറിഞ്ഞിരിക്കണം. വേറെ ഒന്നുമല്ല, എനിത്തിങ് റേസ് ടു 0 എന്ന് പറയുന്നത് ഓൾവേസ് ഒന്നായിരിക്കും. അതായത് ഉദാഹരണം പറയാമെങ്കിൽ ഇത് ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ട റൂള്. ഇനി നമുക്ക് കുറെ ട്രിക്കുകൾ, ഷോർട്ട് കട്ട്സുകൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, എനിത്തിങ് റേസ് ടു 0, അതായത് ഒരു 5 raised to 0 എന്താണ്? 1 ആണ്. ഒരു 2/3 raised to 0 എന്താണ്? അതും ഒന്നാണ്. സോ അതായത് എനിത്തിങ് റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് 1 എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇതും അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് അടുത്തിരിക്കുന്നു പറയാം. ഇപ്പോൾ ഞാൻ എഴുതുക x raised to minus n എന്ന് എഴുതുവാണെങ്കിൽ എനിക്ക് എങ്ങനെ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by x raised to n എന്ന് എഴുതാൻ പറ്റും. സോ എനിത്തിങ് റേസ് ടു മൈനസ് വാല്യൂ പറയുമെങ്കിൽ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1 by raised to എഴുതാം. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് പറയാം, ഇപ്പോൾ എന്താ പറയും, 5 raised to minus 3, 5 raised to minus 3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 by 5 raised to 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതും നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇത് കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് പവറുകൾ എന്താണ്, നമ്മൾ സ്ക്വയർ റൂട്ട് എന്നുള്ള കാര്യങ്ങളിലെ അതിനെയും മെൻഷൻ ചെയ്യാൻ അറിയിക്കണം. ഉദാഹരണമായിട്ട് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ? x raised to 1/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയും. ഇപ്പം ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x raised to 1/3 എന്ന് എഴുതാൻ പറ്റും. സോ ഇങ്ങനത്തുള്ള റൂട്ട് എഴുതുന്നതും നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ,
സോ ഇത്രയും അറിയാമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കത് ഈ ലോ ഓഫ് എക്സ്പോണൻസിന്റെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ഇൻഫർമേഷൻ ഐഡിയ ആയി എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലങ്ങൾ കൂടെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അതെല്ലാം നോക്കിയിട്ട് നമുക്ക് പതുക്കെ ഈ ക്ലാസ് നിർത്താം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്കിവിടെ നോക്കാം. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡബിൾ ഓഫ് ഇങ്ങനെ 8⁻10 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു മുകളിലേക്ക് ഒരു ആരോ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെ ഒന്നുമില്ല, 8⁻10 എന്നേ ഉള്ളൂ. സോ ഈ 8⁻10ന്റെ ഡബിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പല പല രീതിയിൽ അതിനെ നമുക്ക് ഇടാം. പക്ഷെ ഈ ഓപ്ഷനിൽ കാണുന്ന ഏതെങ്കിലും രീതി അങ്ങനെ ആ 8⁻10ന്റെ ഇരട്ടി ഡബിളിനെ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 8⁻10ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റും 2 × 8⁻10 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 8⁻10 ഡബിൾ ആയി. നോക്കിയേ, ഈ 8⁻10 ഇനി നമ്മൾ മാറ്റാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയിരിക്കണം. നോക്കിയേ, ഞാൻ 2നെ അതേപോലെ എഴുതി, അതായത് 2⁻1 എന്ന് എഴുതി ഇൻറ്റു എനിത്തിങ് ⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതേ വാല്യൂ തന്നെയാണ്. ഓക്കെ, സോ ഇൻറ്റു 8നെ എങ്ങനെ എഴുതാം? 8നെ നമുക്ക് 2ന്റെ ക്യൂബ് എന്ന് പറയാം അല്ലേ? 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ? സോ നമുക്ക് 8നെ നമുക്ക് എഴുതാം 2 ക്യൂബ് എന്ന് എഴുതാം. സോ ⁻10 എന്ന് എഴുതാം. സോ ഈ കാണുന്നത് ഏത് റൂളാണ്? നോക്കിയേ, നമുക്ക് തൊട്ട് മുന്നിലേക്ക് പോയാൽ ഞാൻ ഈ മൂന്നാമത് ടിക്ക് ഇട്ട് എഴുതിയേക്കുന്ന റൂളാണ് a⁻m whole raised to n is equal to a⁻m × n എന്ന് പറയുന്നത്. സോ ആ റൂള് a⁻m whole raised to n, ഇതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് എഴുതാൻ പറ്റും 2⁻1 ഇൻറ്റു a⁻m whole raised to n is equal to a⁻mn ആണ്. സോ 2⁻3 × 10 എന്ന് എഴുതാം ഇല്ലേ? 3 × 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും എന്താണ്? 2⁻1 ഇൻറ്റു 2⁻30 എന്ന് എഴുതാം. സോ ഇപ്പോൾ നമ്മൾ പഠിച്ച മറ്റൊരു റൂളിന്റെ ഫോർമാറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഏതാണ് ആ റൂളിന്റെ ഫോർമാറ്റ്? a⁻m ഇൻറ്റു a⁻n. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ആദ്യമേ എഴുതിയിരിക്കുന്ന റൂളാണ് a⁻m ഇൻറ്റു a⁻n is equal to a⁻m + n ആണ്. സോ അപ്പോൾ നമുക്ക് എഴുതാം 2⁻1 × 2⁻30 എന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2⁻1 + 30 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 2⁻31 എന്ന് എഴുതാം. നോക്കിയേ, ഇതല്ലേ ഓപ്ഷൻ സി തന്നിരിക്കുന്നത്, 2⁻31. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡബിൾ ഓഫ് 8⁻10 എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും അതിന്റെ ഉത്തരം 2⁻31 ആയിരിക്കും. സോ ഈ ഒരു ഒറ്റ പ്രോബ്ലത്തിൽ കൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു, അതിനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്, എങ്ങനെ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് മനസ്സിലാവും. അങ്ങനെ ആണെങ്കിൽ 2-3 പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഇത് വലിച്ചു നീട്ടുന്നില്ല. ഇതിനകത്ത് ഡയറക്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ എല്ലാം ഉള്ളു. അല്ലാതെ എന്താണ് പറയുന്നത്, ഇപ്പൊ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഡയറക്റ്റ് ഈ ലോ അപ്ലൈ ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് മാത്രമേ കാണത്തുള്ളൂ. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രോബ്ലം എന്താണ് എന്ന് നോക്കാം. 6⁻8 + 6⁻8 + 6⁻8 + 6⁻8 + 6⁻8 + 6⁻8 is equal to 6⁻n എന്നാണ് പറയുന്നത്. Then find the value of n എന്നാണ് പറയുന്നത്. സോ ഇതിനെ ഈ 6⁻8 എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 പ്രാവശ്യം 6⁻8 വന്നത് കൊണ്ട് നമുക്ക് ഈ വാല്യൂനെ എങ്ങനെ എഴുതാം? 6 × 6⁻8 is equal to 6⁻n എന്ന് എഴുതാൻ പറ്റും. സോ നോക്കിയേ, ഈ 6നെ ഞാൻ ഇവിടെ 6⁻1 എന്നിട്ട് കൊടുക്കും. എനിത്തിങ് ⁻1 എന്ന് പറഞ്ഞാൽ ആ വാല്യൂ തന്നെയാണ്. ഓക്കെ, സോ 6⁻1 × 6⁻8 എന്ന് പറഞ്ഞാൽ ഏതാണ് ഫോർമാറ്റ്? നമ്മൾ പഠിച്ചു a⁻m ഇൻറ്റു a⁻n is equal to a⁻m + n. സോ ആ ഫോർമുല, ആ റൂള് നമ്മൾ അപ്ലൈ ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 6⁻1 + 8 is equal to 6⁻n എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ പറയാൻ പറ്റും? n is equal to 1 + 8 is equal to 9 എന്ന് പറയാൻ പറ്റും. സോ എന്നിന്റെ വാല്യൂ ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി 9 ആയിരിക്കും. നോക്കിയേ, വളരെ ലളിതമല്ലേ? ഡയറക്റ്റ് നമ്മുടെ റൂളിന്റെ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പ്രോബ്ലം എന്താണ് എന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. എന്താണ്?
3/4 raised to 5 into 4/3 raised to n is equal to 3/4 raised to 3 എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കിയേ, ആദ്യത്തതും 3/4 ആണ്, രണ്ടാമത്തതും 3/4 ആണ്. പക്ഷെ നടുക്ക് കിടക്കുന്ന ഈക്വൽ ടു ഇപ്പുറത്ത് രണ്ടാമത് വരുന്നത് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടാമത് വരുന്നത് 4/3, അതായത് 3/4 തല തിരിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ ഞാൻ കുറച്ച് മാറ്റി എഴുതുകയാണ്. നോക്കുക, 3/4 raised to 5 into 4/3 raised to 5 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കുക, 4/3 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4/3 എനിക്ക് എഴുതാൻ പറ്റും 1/3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 1 divided by 3/4 that is equal to 1 into 4/3 എന്ന് എഴുതാൻ പറ്റും. സോ ഈ 4/3 raised to n നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/3/4 raised to n എന്ന് എഴുതാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ ഇതിനെ എഴുതുന്നു 1/3/4 raised to n എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? 4/3 raised to n തന്നെയാണ്. സോ 1/3/4 raised to n is equal to 3/4 raised to 3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമ്മൾ എഴുതി വെച്ച്. സോ ഇവിടെ ഇനി ഞാൻ പഠിച്ച നമ്മളൊരു ഷോർട്ടായിട്ട് പഠിച്ച കുറച്ച് റൂൾസിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? ഞാൻ ഈ ബോക്സിൽ വരച്ചിരിക്കുന്ന കാരണം 1/x raised to n നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/x raised to n, റൈറ്റ് സൈഡ് ബോക്സ് വരച്ചിരിക്കുന്ന 1/x raised to n x raised to minus n എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇല്ലേ. സോ ആ റൂള് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ നോക്കുക, ഇവിടെ എന്താണ്? 1/3/4 raised to n നെ നമുക്ക് അതുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റും? ശ്രദ്ധിക്കുക, ഞാൻ അതുകൊണ്ട് എഴുതാൻ പോവുകയാണ് 3/4 raised to 5 into 1/3/4 raised to n ഞാൻ എങ്ങനെ എഴുതും? 3/4 raised to minus n is equal to 3/4 raised to 3 എന്ന് എഴുതാൻ പറ്റും. സോ ഇനി നമ്മൾ ആദ്യം പഠിച്ച റൂൾ ആയി കഴിഞ്ഞു. a raised to m into a raised to n is equal to a raised to m plus n ആണ്. സോ അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? 3/4 raised to a raised to m plus n എന്ന് പറയുമ്പോഴത്തേക്ക് 5 minus n is equal to 3/4 raised to 3 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കൃത്യമായിട്ട് എഴുതാൻ പറ്റും 5 minus n is equal to 3 ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് n? n is equal to എന്ത് വരും? n is equal we can by 5 minus 3 അല്ലെങ്കിൽ 2 എന്ന് എഴുതാൻ പറ്റും. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് 2 ആയിരിക്കും. നോക്കിയേ, നമ്മൾ പഠിച്ച ലോസിന്റെയും റൂൾസിന്റെയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അടുത്തതിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇല്ലേ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം. എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് 3/5 raised to 3 into 3/5 raised to minus 6 is equal to 3/5 raised to 2x minus 1 എന്നാണ് പറയുന്നത്. നോക്കി, എല്ലാം 3/5 തന്നെയാണ്. അതുകൊണ്ട് ഡയറക്റ്റ് റൂളിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എഴുതാം a raised to m into a raised to n is equal to a raised to m plus n ആണ്. സോ അതുകൊണ്ട് ഒറ്റയടിക്ക് ഞാൻ ഇനി എഴുതുകയാണ് 3/5 raised to 3 into 3/5 raised to minus 6 is equal to a raised to m into a raised to n is equal to a raised to m plus n ആണ്. സോ ഞാൻ എഴുതുകയാണ് 3 minus 6 is equal to 3/5 raised to 2x minus 1 എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2x minus 1 is equal to എന്ത് എഴുതാൻ പറ്റും? 3 minus 6 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? 3 minus 6 എന്ന് പറയുമ്പോഴത്തേക്ക് -3 വരും ഇല്ലേ. സോ -3 ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത എന്താ വരുന്നുണ്ട്? അടുത്തത് നമുക്ക് എഴുതാൻ പറ്റും x is 2x is equal to
2x is equal to എന്ത് പറയും -3 + 1 ആവുമ്പോഴത്തേക്ക് -2 അല്ലെങ്കിൽ x is equal to -1 എന്ന് എഴുതാൻ പറ്റും ഇല്ലേ? സോ നമുക്ക് എന്താ പറ്റും ഫൈൻഡ് ദ വാല്യൂ ഓഫ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി -1 ആയിരിക്കും എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ നോക്കിയേ, ഇതും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ് ഞാൻ പറഞ്ഞ റൂട്ടിന്റെ പ്രോബ്ലം ആണ്. എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് m. സ്ക്വയർ റൂട്ട് ഓഫ് 2m is equal to 64 എന്നാണ് പറയുന്നത്. സോ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 2m is equal to 64 എന്നാണ് പറയുന്നത്. ഇതിനെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എന്താ രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ 2m is equal to 64 എന്ന് കിട്ടും. സോ ആ രീതിയിൽ നമ്മൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഇല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x⁻² എന്ന് എഴുതാന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അത് ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ, ആ റൂൾ ഇവിടെ അപ്ലൈ ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? ഇതിനെ 2m റൂട്ടിനകത്ത് വരുന്ന raised to 1/2 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 64 എന്ന് എഴുതാൻ പറ്റും. സോ ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a⁻m ഇട സൈഡിൽ നോക്കുക, a⁻m ഹോൾ റേസ് ടു n a⁻mn എന്ന് എഴുതാൻ പറ്റും. സോ 2m/2 is equal to 64നെ 2ന്റെ പവറിൽ എങ്ങനെ എഴുതാൻ പറ്റും? 2ന്റെ സ്ക്വയർ ആവുമ്പോ 4, 4ന്റെ അടുത്ത 2ന്റെ ക്യൂബ് ആവുമ്പം 8, 2⁻4 ആവുമ്പോഴത്തേക്ക് അത് 16 ആയി, 2⁵ ആയപ്പോഴത്തേക്ക് അത് 32 ആയി, 64നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2�6 എന്ന് എഴുതാൻ പറ്റും ഇല്ലേ? നമുക്ക് സംശയം ഉണ്ട് നോക്കാം. 2 × 2 × 2 × 2 × 2 ഇതല്ല 2�6. സോ 2 × 2 4, 4 × 2 8, 8 2 16, 16 2 32, 32 2 64. സോ 64നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2�6 എന്ന് എഴുതാൻ പറ്റും. സോ ഇതുകൊണ്ട് നമുക്ക് എന്തോ എഴുതാൻ പറ്റും? നമുക്ക് പറയാം m/2 is equal to 6 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? m is equal to 6 × 2 is equal to 12 എന്ന് എഴുതാൻ പറ്റും. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 12 ആണ് എന്ന് പറയാൻ പറ്റും. സോ ലോ ഓഫ് എക്സ്പോണൻസിൽ വരുന്ന ഫോർമുലകളും റൂൾസും അതിന്റെ 1-2 ആപ്ലിക്കേഷൻ കൂടെ ഈ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എമിനന്റ് PSC കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മനോരമ ഹൊറൈസനെ കോൺടാക്ട് ചെയ്യാം. അവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുവഴി നിങ്ങളുടെ ഡൗട്ട് എന്തുമായിക്കോട്ടെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പിന്നെയും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.